ഫ്രണ്ട്സ്, എക്സോഡിബീസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് എക്സോഡിബീസ് ചെയ്യാൻ പോകുന്ന ഒരു ചെടിച്ചട്ടി ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കേട്ടോ. ഈ ചെടിച്ചട്ടി എന്ന് പറയുമ്പോൾ ചെടിച്ചട്ടി നമുക്ക് പല രീതിക്ക് പല സാധനങ്ങളും വെച്ചുണ്ടാക്കാം. പക്ഷെ നമ്മൾ വീട്ടിലെ പറമ്പിലേക്ക് മണ്ണുണ്ട്, സാധാരണ മണ്ണുകൊണ്ട് നമുക്ക് ഇങ്ങനെ ചെടിച്ചട്ടി ഉണ്ടാക്കാവുന്നതാണ് ഇന്ന് എക്സോഡിബീസ് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ വീട്ടിലെ മണ്ണുകൊണ്ട് എല്ലാവർക്കും സിമ്പിളായിട്ട് ഉണ്ടാക്കുന്ന ഒരു ചെടിച്ചട്ടിയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ടുള്ള ഈ ഒരു ബെൽ ഐക്കൺ കൂടെ മറക്കാതെ ഓണാക്കി ഇട്ടേക്കുക. അപ്പോൾ ഒട്ടും താമസിപ്പിക്കാതെ നമുക്ക് വീഡിയോയിലേക്ക് ഇടാം. മച്ചാന്മാരെ, നമ്മളിന്ന് ചെടിച്ചട്ടി ഉണ്ടാക്കാൻ പോകുന്നത് മുഴുവനായിട്ട് മണ്ണുകൊണ്ടാണ്. അപ്പോൾ അതിനുവേണ്ടി നമുക്കൊരു മോൾഡ് ആവശ്യമുണ്ട്. അതിനുവേണ്ടി ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് പഴയൊരു ചെടിച്ചട്ടിയുടെ ഒരു പൊട്ടിയൊരു ഭാഗം ഇവിടെയൊക്കെ സൈഡൊക്കെ ഒന്ന് വെട്ടി ലെവലാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ ഒരു മോൾഡാണ് നമുക്ക് വേണ്ടത്. അത്യാവശ്യം വലിപ്പമുള്ള ചെടിച്ചട്ടിയാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാനൊരു വലിപ്പമുള്ള ചെടിച്ചട്ടിയുടെ പീസ് എടുത്തിട്ടുണ്ട്. ഈ ഒരു ചെടിച്ചട്ടി നമുക്ക് പ്ലാസ്റ്റിക് കവർ ചെയ്തൊന്ന് പൊതിഞ്ഞെടുക്കണം. ഓക്കെ, അപ്പോൾ മച്ചാന്മാരെ നമ്മളിതാ ഇതുപോലെ മുഴുവനായിട്ട് കവറൊക്കെ നല്ല ടൈറ്റ് ആയിട്ട് ഇതിനകത്തേക്ക് ഇരിക്കാൻ ഭാഗത്തിന് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് വേണ്ടത് ഈ പുറം സൈഡ് മാത്രമാണ് ഗൈസ്. അപ്പോൾ നമ്മളിതാ ഇപ്പോൾ പറമ്പിൽ കുറേ മണ്ണൊക്കെ എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ അത്യാവശ്യം ചെറിയ കല്ലുകളൊക്കെ ഉള്ള മണ്ണാണ്. അപ്പോൾ ചല്ലിയൊന്നും ഇല്ലാത്ത രീതിയിൽ നല്ല മണ്ണ് തന്നെ, നല്ല പൂഴി മണ്ണ് തന്നെ എടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇവിടെയൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ ഇച്ചിരി കല്ലൊക്കെ ഉള്ള മണ്ണാണുള്ളത്. അപ്പോൾ അതിനകത്തുള്ള കല്ലുകളൊക്കെ കുറച്ചൊക്കെ ഒഴിവാക്കിയിട്ട് നല്ല മണ്ണ് തന്നെ നോക്കി എടുക്കണം. അപ്പോൾ ഇതിന് നമുക്കിനി വെള്ളമൊക്കെ ചേർത്ത് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കേണ്ടതുണ്ട് കേട്ടോ. നമ്മൾ ഇതിനെ വെള്ളമൊക്കെ ചേർത്ത് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. മണ്ണ് നല്ലതുപോലെ കുഴച്ചതിന് ശേഷം നമുക്ക് നല്ല ഉരുളകളാക്കി എടുക്കണം. അതായത് ഈ മണ്ണിനെ നമുക്ക് നല്ല ഉരുണ്ട ബോളുകളാക്കി എടുക്കാനുള്ളതാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ ഉരുളകളായിട്ട് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇതുപോലെ കുറച്ച് ഉരുളകൾ ഒരേ ഷേപ്പിന് തന്നെ ഉരുട്ടിയെടുക്കണം. ഉരുട്ടിയെടുത്ത ഉരുളകൾ നമുക്കൊരു ചാക്കിലേക്ക് മാറ്റി വയ്ക്കാം കേട്ടോ. പ്രത്യേകിച്ച് സൈസൊന്നുമില്ല, ഒരു ഉദ്ദേശം വെച്ച് ഒരേ ഷേപ്പിന് ഒരേ വലിപ്പത്തിനുള്ള കുറേ ഉരുളകളായിട്ട് നമ്മൾ എടുക്കുക. മച്ചാന്മാരെ, നമ്മൾ ഇപ്പോൾ മണ്ണൊക്കെ നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ആവശ്യത്തിന് ഈ ഒരു മോൾഡിനുണ്ടാക്കാൻ വേണ്ടിയുള്ള ആവശ്യത്തിന് അത്രയും കുഴച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ബാക്കി എടുത്താൽ മതിയാവും. അപ്പോൾ ഇനി നമുക്ക് മോൾഡിലേക്ക് ഇത് എങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് നോക്കാം. നമ്മളിത് മോൾഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി വേണ്ടത് കുറച്ച് സിമെൻ്റാണ്. ഈ സിമെൻറ്റിൽ കുറച്ച് വെള്ളം ചേർത്ത് നമുക്കൊന്ന് ഗ്രൗട്ട് പരുവത്തിൽ കുറച്ച് ലൂസാക്കി എടുക്കണം കേട്ടോ. ഈ ഒരു കട്ടിക്ക്, അതായത് ഈ ഒരു കട്ടി എന്ന് പറഞ്ഞാൽ ഈ ഒരു ലൂസായിട്ട്, ഇത്രയും ലൂസായിട്ട് തന്നെ എടുത്താൽ മതിയാവും. ഓക്കെ, നമുക്കിനി ഓരോ ഉരുളകളായിട്ട് ഈ ഗ്രൗട്ടിനകത്ത് മുക്കിയെടുക്കാം. മുക്കിയെടുത്തതിന് ശേഷം നമുക്ക് ഇവിടെ ഓരോന്നായിട്ട് നമുക്ക് താഴെ ചേർത്തങ്ങ് വെച്ചെടുക്കാം. അടുത്ത റൗണ്ട് വയ്ക്കുമ്പോൾ നമ്മൾ ഒന്നിൻ്റെ മേളിലായിട്ട്, അതായത് രണ്ട് കല്ലുകൾ വരുന്നതിൻ്റെ ഇടയ്ക്കായിട്ട് വേണം അടുത്തൊരു വലിയൊരു ഉരുള വെച്ച് കൊടുക്കാനായിട്ട്. ഗ്യാപ്പെല്ലാം ഫില്ല് ചെയ്ത് അതുപോലെ രണ്ട് സൈഡും ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ അതിലേക്ക് ചേർന്ന് ഒട്ടിക്കോളും. അപ്പോൾ മച്ചാന്മാരെ, നമ്മൾ അവസാനത്തെ ലൈനും കൂടെ ഇപ്പോൾ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ 1 2 3 4 5 6 വരിയിലായിട്ടാണ് നമ്മൾ മണ്ണിങ്ങനെ കല്ല് പോലെ ആക്കി വെച്ച് കൊടുത്തത്. ഇനി തീർന്നിട്ടില്ല, കുറച്ച് പരിപാടി കൂടെ ബാക്കിയുണ്ട്. കുറച്ച് എടുത്ത് അങ്ങനെ നമ്മളെല്ലാം പൂർത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മേളിൽ നമുക്ക് സിമെൻറ്റ് മണലും കൂടെ മിക്സ് ചെയ്ത് ചെറിയ രീതിക്ക് ഒന്ന് കോൺക്രീറ്റ് ഇല്ല, സിമെൻറ്റ് ഒരു ചാന്തൊന്ന് വെച്ച് പൂശിയെടുക്കണം. മച്ചാന്മാരെ, ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കുറച്ച് ഗ്യാപ്പൊക്കെ വരുന്നുണ്ട്. രണ്ട് കല്ലല്ല, ഈ മണ്ണുകളുടെ ഇടയ്ക്ക്. അപ്പോൾ അതിനകത്തേക്ക് നമുക്കൊരു ചെറിയ സ്പൂൺ കൊണ്ട് ഈ ഗ്യാപ്പിലൊക്കെ നമുക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം.
വലിയ പെർഫെക്ഷൻ ഒന്നും വേണ്ട, കാരണം നമ്മൾ ഉള്ളിൽ ഇനി ഇതിനെ ഉണങ്ങിയതിന് ശേഷം നമ്മൾ സിമെൻ്റൊക്കെ ഇടുന്നുണ്ട്. അപ്പം ഉള്ളിലുള്ള ആ ഒരു മണ്ണോ വെള്ളമോ ഒന്നും പുറത്തേക്കൊന്നും വരാനൊന്നും പോകുന്നില്ല. ജസ്റ്റ് പുറമേ കാണുമ്പോൾ ഒരു ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അതൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാൻ വേണ്ടി മാത്രമാണ്. നമ്മളിപ്പോൾ കൃത്യമായിട്ട് ഹോളൊക്കെ ഇട്ട് പൈപ്പൊക്കെ വെച്ചിട്ടുണ്ട്, കോൺക്രീറ്റ് ഒക്കെ മുകളിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ താഴെ ഒരു ഫോർക്കൊക്കെ വെച്ചൊരു ഡിസൈനൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിവിടെ ഇരുന്നൊരു 30 മണിക്കൂറോളം ഉണങ്ങണം. 30 മുതൽ 35 മണിക്കൂർ, അതായത് ഒരു ദിവസത്തിന് 1.5 ദിവസത്തോളം ഇരിക്കണം. അപ്പോൾ ഞങ്ങളിപ്പോൾ ചെയ്തത് വൈകിട്ടാണ്. അപ്പോൾ ഇനി ഇന്നത്തെ ദിവസം രാത്രിയും പിന്നെ നാളത്തെ ദിവസം ഫുള്ള് ഇവിടെ ഇരുന്ന് ഉണങ്ങട്ടെ. അതിനുശേഷം മറ്റന്നാൾ രാവിലെ ആയിരിക്കും നമ്മളിത് പുറത്തെടുക്കാൻ പോണത്. ഗൈസ്, നമ്മുടെ ചെടിച്ചട്ടി ഇപ്പോൾ വെച്ചിട്ട് ഇപ്പോൾ ഒരു ദിവസം കഴിഞ്ഞിട്ടുണ്ട്. പുറമെ സിമെൻറ്റ് കുറച്ചൊക്കെ ഉണങ്ങിയിട്ടുണ്ടെങ്കിൽ അകത്തുള്ള മണ്ണ് പൂർണ്ണമായിട്ട് ഉണങ്ങിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു 2-3 ദിവസം കൂടെ നമുക്ക് നല്ലപോലെ ഒന്ന് സെറ്റ് ആവാൻ വേണ്ടി വെക്കണം. അകത്തുള്ള ആ ഒരു മണ്ണ് ഉണങ്ങുന്ന സമയം കൊണ്ട് നമുക്ക് പുറത്ത് 1-2 കോട്ടിങ് കൂടെ ചെയ്തൊന്ന് ജസ്റ്റ് ഒന്ന് ഫിനിഷിംഗ് ആക്കി കുറച്ചൊരു ഒന്നുകൂടെ ഒന്ന് ഉരുട്ടി ഒന്ന് എടുക്കണം. കാരണം ആ കല്ലിൻ്റെ ആ ഒരു ഷേപ്പിൽ ആ ഒരു ഒറിജിനാലിറ്റിക്ക് കിട്ടാൻ വേണ്ടി ജസ്റ്റ് 1-2 കോട്ടിങ് കൂടെ നമ്മൾ സിമെൻറ്റ് പുറത്തേക്ക് ചെയ്യുന്നുണ്ട്, കുറച്ചൊരു ഉറപ്പിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഗൈസ്, നമ്മളുണ്ടാക്കിയ ചെടി ഇപ്പം മൊത്തത്തിൽ 4 ദിവസത്തോളം സമയമെടുത്ത് ഉണങ്ങി നല്ലതുപോലെ ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മളത് ഉണങ്ങിയതിന് ശേഷം ഇപ്പം മറച്ച് വെച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ രണ്ടാമത് പൊളിച്ചെടുക്കുന്ന സമയത്ത് ഇവിടുത്തെ 2-3 പീസ് പൊട്ടിപ്പോയിട്ടുണ്ട്. അത് കുഴപ്പമില്ല, നമുക്ക് എന്തായാലും സിമെൻറ്റൊക്കെ വെച്ച് ബാക്കി ഒന്ന് ലെവലാക്കി എടുക്കണം. പിന്നെ ഇതിൻ്റെ അരികളൊക്കെ നമുക്കൊന്ന് മിനുക്കി എടുക്കണം. നമ്മളിപ്പോൾ ടൈൽസിൽ വെച്ചുകൊണ്ട് തന്നെ നല്ല ഫിനിഷിങ്ങിലാണ് ഇട്ടേക്കുന്നത്. തൊടുമ്പത്തിന് നമുക്ക് അറിയാം നല്ല സ്മൂത്ത് ആയിട്ടുണ്ട് തൊടുമ്പോൾ. അപ്പോൾ ഇനി ഇതിൻ്റെ അകത്ത് ഇനിയും പണിയുണ്ട്. ബാക്കി നമുക്കിനി അതിൻ്റെ പണിയിലേക്ക് കിടക്കാം. നമ്മൾ ഈ 2 കല്ലുകളുടെയൊക്കെ ഇടയിലുണ്ടായിരുന്ന ഗ്യാപ്പൊക്കെ നല്ലതുപോലെ സിമെൻറ്റൊക്കെ ഇട്ട് നല്ലതുപോലെ അടച്ച് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് ലെവൽ ചെയ്ത് കുറച്ചുകൂടെ ഒന്ന് സുന്ദരക്കുട്ടപ്പനാക്കി എടുക്കാനുണ്ട്. നമുക്ക് പെയിൻ്റൊക്കെ അടിച്ച് റെഡിയാക്കി എടുക്കാനുണ്ട്. നമ്മൾ സമയമെടുത്ത് നല്ല ക്ഷമയോടെ തന്നെ ആ ഒരു പ്ലാസ്റ്റിക് കവറും അകത്തുള്ള ആ ഒരു ചെടിച്ചട്ടിയും പതിയെ എടുത്ത് മാറ്റാവുന്നേ ഉള്ളൂ. വലിയ കുഴപ്പമൊന്നുമില്ല, കുറച്ച് സമയമെടുത്ത് ചെയ്യേണ്ട കാര്യമാണ്. ഇനി ഈ PVC പൈപ്പിൻ്റെ കഷ്ണം ഉള്ളിലെ ഹോളിലേക്ക് ഇറക്കി വെച്ച് കൊടുത്തിട്ട് വേണം നമ്മൾ അകത്തുള്ള സൈഡൊക്കെ പൂശിയെടുക്കാനായിട്ട്. പൂശിയണമെന്ന് വെച്ചാൽ ചെറുതായിട്ടൊന്ന് ലെവൽ ചെയ്തെടുക്കണമെന്നേ ഉള്ളൂ. ആ ഒരു ഷേപ്പൊക്കെ വ്യത്യാസപ്പെട്ടിരിക്കുകയല്ലേ ആ പ്ലാസ്റ്റിക് കവറൊക്കെ വെച്ചിട്ട്. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്ത് ലെവലാക്കി ഒന്ന് എടുക്കുന്നതേ ഉള്ളൂ. നമ്മളൊരു പെയിൻ്റ് അടിക്കുന്ന ബ്രഷ് കൊണ്ട് ഈ സിമെൻറ്റ് ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല എളുപ്പത്തിൽ തന്നെ പണി തീർന്ന് കിട്ടും. ഗൈസ്, അപ്പോൾ നമ്മുടെ ചെടിച്ചട്ടിയുടെ ഉൾഭാഗം നമ്മളതായത് നല്ലതുപോലെ സിമെൻറ്റൊക്കെ തേച്ച് ഫിനിഷിംഗ് ആക്കി എടുത്തിട്ടുണ്ട്. ഇവിടെ ഇളകിപ്പോയ ഭാഗത്ത് നമ്മൾ കുറച്ച് സിമെൻറ്റ് കൊണ്ട് കുറച്ച് ചെറിയ ഉരുളകളൊക്കെ ഉണ്ടാക്കി കുറച്ചൊന്ന് ഫിനിഷിംഗ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നല്ലതുപോലെ ഇരുന്നൊന്ന് ഉണങ്ങണം. വീണ്ടും ഒരു ദിവസം കൂടെ നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ നമ്മുടെ ചെടിച്ചട്ടി ഒരു ദിവസം കൂടെ നല്ലതുപോലെ ഉണങ്ങി വന്നിട്ടുണ്ട്. ഇപ്പോൾ നല്ല ലെവലായിട്ട് തന്നെ ഇരിപ്പുണ്ട്. ഇനി നമുക്കാണ് അടുത്ത മിനുക്ക് പണി എന്ന് പറയുന്നത് പെയിൻറ്റിംഗ് ആണ്. അതായത് ഫൈനൽ ടച്ച് എന്ന് പറയുന്നത് പെയിൻറ്റിംഗ് ആണ്. അപ്പോൾ ഡയറക്റ്റായിട്ട് പെയിൻറ്റ് അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രത്തോളം ഒരു കളർ കിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ആദ്യം വൈറ്റ് സിമെൻറ്റ് ഇതിൻ്റെ ഫുള്ളും അകവും പുറവും നല്ലതുപോലെ വൈറ്റ് സിമെൻറ്റ് അടിച്ചെടുക്കുകയാണ്. ഈ വൈറ്റ് സിമെൻറ്റൊക്കെ അടിച്ചതിന് ശേഷം അത് നല്ലതുപോലെ ഉണങ്ങി വന്നതിന് ശേഷം മാത്രമേ നമുക്ക് പെയിൻറ്റ് അടിക്കാൻ പറ്റുള്ളൂ. വൈറ്റ് സിമെൻറ്റ് ആയതുകൊണ്ട് തന്നെ അധികം താമസമൊന്നുമില്ല, എളുപ്പം ഉണങ്ങി കിട്ടും. എങ്കിലും ഞാൻ ഒരു ദിവസം വെച്ചതിന് ശേഷമാണ് ഇതിലേക്ക് പെയിൻറ്റ് അടിക്കുന്നത്. ഗൈസ്, ഞാനിവിടെ അടിക്കുന്ന പെയിൻറ്റ് നല്ല ഡാർക്ക് ബ്രൗൺ കളറാണ്. കാരണം മണ്ണിൻ്റെ നാച്ചുറൽ ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കളറിന് അടിക്കുന്നത്. കാരണം മണ്ണിലേക്ക് വെള്ളം നനയുമ്പോൾ ഒരു ഈർപ്പൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു ബ്രൗൺ കളറായിരിക്കും മണ്ണിനുണ്ടാകുന്നത്. അപ്പോൾ ആ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ കളറിന് അടിക്കുന്നത്. ഇതാകുമ്പോൾ കുറച്ച് ലുക്കും കൂടെ ഉണ്ടാവും. ഈ ചെടിച്ചട്ടി ഉണ്ടാക്കുന്നതും അതിൻ്റെ പെയിൻ്റ് അടിക്കുന്നതൊക്കെ നല്ല സമയമെടുത്ത് നല്ല ക്ഷമയോടെ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അങ്ങനെ നമ്മൾ പെയിൻ്റ് അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊരു ദിവസം കംപ്ലീറ്റ് ആയിട്ട് ഇരുന്ന് ഉണങ്ങണം. നല്ലപോലെ വെയിലത്ത് വെച്ച് ഉണക്കാനുണ്ട്. പെയിൻ്റ് അടിച്ച് തീർന്നിട്ടേ ഉള്ളൂ. പിന്നെ പെയിൻ്റ് അടിക്കുമ്പോൾ നമ്മൾ ഉൾഭാഗത്തും പിന്നെ അടിഭാഗത്തും നമ്മൾ എന്തായാലും പെയിൻ്റ് അടിക്കുന്നില്ല. അവിടെയൊക്കെ മണ്ണിട്ട് നിറയ്ക്കാനുള്ളതാണ്. പിന്നെ അടിഭാഗത്ത് അടിച്ചിട്ടും കാര്യമില്ല. മച്ചന്മാരെ, ഇപ്പം നമ്മൾ ചെടിച്ചട്ടിയിലേക്ക് പെയിൻ്റ് ഒക്കെ അടിച്ച് വെച്ചിട്ട് ഇപ്പോൾ ഒരു 2 ദിവസമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നല്ലതുപോലെ ഉണങ്ങിയതിന് ശേഷം നമ്മളതാ ഇപ്പോൾ ചെടിയൊക്കെ നട്ടു വെച്ചിട്ടുണ്ട്. അപ്പോൾ വളരെ ഭംഗിയിൽ തന്നെ ഇരിപ്പുണ്ട്. ഉള്ളിലൊക്കെ നമ്മൾ മണ്ണൊക്കെ നല്ലതുപോലെ വളമൊക്കെ ഇട്ട് വെച്ചിട്ട് ചെറിയ തൈ നട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ കാഴ്ചയിൽ തന്നെ നമുക്ക് കണ്ടില്ലേ, കല്ലുകൊണ്ട് അതായത് മണ്ണ് കൊണ്ട് ഉണ്ടാക്കി വെച്ചൊരു രൂപം, ഒരു ചെടിച്ചട്ടി എന്നാണ് തോന്നുന്നത്. അടിയിൽ നമ്മൾ ചെറിയൊരു ബേസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് എവിടെ വേണമെങ്കിൽ മാറ്റി വയ്ക്കാം.
കേട്ടില്ല, നമ്മൾ പുറത്തൊക്കെ കുറച്ച് പണികളൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു മണ്ണുണങ്ങിയതിന് ശേഷം നല്ല സ്മൂത്ത് ആയിട്ടാണ് ഇവിടെയൊക്കെ ഇരുന്നത്. അപ്പോൾ അതിനെയൊക്കെ നമ്മളൊന്ന് കുറച്ചൊന്ന് പരിക്കനാക്കി കുറച്ചൊന്ന് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് വർക്ക് നമ്മൾ ഇതിലേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ പ്ലാസ്റ്റിക് ചെടിച്ചട്ടികളൊക്കെ വാങ്ങിച്ച് അത് കുറച്ച് നാൾ കഴിഞ്ഞ് പൊട്ടിപ്പോകുന്നതിനേക്കാളും എത്രയോ നല്ലതാണ് ഇതുപോലെ ഒരു ചെടിച്ചട്ടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത് എത്ര നാൾ വേണമെങ്കിലും ഇരുന്നോളും. നല്ല ഉറപ്പുള്ളൊരു ചെടിച്ചട്ടി തന്നെയാണിത്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ മച്ചാന്മാരെ, നമ്മൾ ഉണ്ടാക്കിയെടുത്ത മണ്ണുകൊണ്ടുള്ള ചെടിച്ചട്ടി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വരുന്നു. ഏതൊരാൾക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ. നിങ്ങളുടെ അളവിനനുസരിച്ച് ചെറുതും വലുതുമായിട്ടുള്ള ചെടിച്ചട്ടികളെ വെച്ചിട്ട് ഈസി ആയിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, മാക്സിമം നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതിലും നല്ല വ്യത്യസ്തമായ വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെയും ബൈ ഫ്രം എക്സോട്ടിക് ലീസ്റ്റ്.